നിലമ്പൂർ സ്ക്വാഡ് തയ്യാറാണ്. ഒപ്പം ഒരു അതിഥിയും കൂടെയുണ്ട്. ആരാണ് ആ അതിഥി എന്ന് നമുക്കൊന്ന് നോക്കാം. അത് നമ്മളുടെ ശ്രീ EP ജയരാജനാണ് നമുക്കൊപ്പം ഉള്ളത്. രഞ്ജിത്ത്, നമ്മളുടെ വാഹനം യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. നിലമ്പൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലൂടെയാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. ആദ്യ അതിഥി ശ്രീ EP ജയരാജനാണ്. ഐശ്വര്യമുള്ള അതിഥിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും യാത്ര ഗംഭീരമാകുമെന്ന് ഉറപ്പ്. എന്തായാലും വിശേഷങ്ങൾ ചോദിക്കാം. VS സുജിത്. ഡോക്ടർ അരുൺ, ഇന്ന് നമ്മൾ ഈ ബസ്സിലെ യാത്ര തുടങ്ങുമ്പോൾ ഞാനും റോഷിബാലും അഷ്കർ അലി കരിമ്പയും ഒക്കെ ഉണ്ട്. നമുക്കൊപ്പം EP ജയരാജൻ സഖാവിനെ തന്നെ വേണമെന്ന് നിശ്ചയിക്കുകയായിരുന്നു. അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ്. ഇന്ന് 2 ദിവസത്തേക്ക് വേണ്ടി മാത്രം നിലമ്പൂരിലേക്ക് വന്നതാണ്. നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹത്തോട് ബസ്സിൽ കയറാൻ പറഞ്ഞത്. ഇത് നമ്മുടെ തുടക്കമാണ്. നമ്മൾ ഇന്ന് നിലമ്പൂർ മണ്ഡലം ആകെ ഒന്ന് ഈ ബസ്സിൽ കറങ്ങി ഇവിടുത്തെ ഒരു പൾസ് അറിയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു യാത്ര കൂടിയാണ്. എങ്ങനെയാണ് നിലമ്പൂരിൽ വന്നിറങ്ങിയിട്ട്? നല്ല സംരംഭമാണത്. റിപ്പോർട്ടർ ചാനൽ മലയാളത്തിലെ നല്ലൊരു ചാനലാണ്. ഞാൻ സാധാരണ കാണുന്നൊരു ചാനലാണ്. വാർത്തകൾ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു ചാനൽ എന്നുള്ള പ്രത്യേകത ഇപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നേടിയിട്ടുണ്ട്. നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം വളരെ സമർത്ഥരായ മാധ്യമപ്രവർത്തകരാണ്. നിങ്ങൾക്ക് കാലോചിതമായ നിലയിൽ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഈ നിലമ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഇവിടെ ഓരോ മുക്കിലും മൂലയിലും ഉണ്ടാകുന്ന എല്ലാ സംഭവഗതികളും മനസ്സിലാക്കി അത് ജനങ്ങളെ അറിയിക്കാൻ നിങ്ങൾ ഒരുക്കിയിട്ടുള്ള ഈ സംവിധാനം ജനങ്ങൾക്ക് കൂടുതൽ സഹായകരമാണ്. എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് അറിയുന്നതിന് സാധിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ഇതിന്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓരോ സ്ഥാനാർത്ഥിയുടെയും രാഷ്ട്രീയ പാർട്ടികൾക്ക്, മുന്നണിയുടെ പ്രതിനിധികൾക്ക് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ, അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ നിങ്ങളുടെ ഈ സംരംഭം കൊണ്ട് സാധിക്കും. ജനാധിപത്യ വ്യവസ്ഥയിൽ മാധ്യമങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും നിങ്ങൾ ഇത്തരത്തിൽ നല്ലൊരു സംവിധാനത്തിന് തുടക്കം കുറിച്ചത്. നിങ്ങളുടെ ഈ പ്രവർത്തനം വിജയകരമായി തീരട്ടെ. ഈ മണ്ഡലത്തിലുടനീളം എല്ലാ ഭാഗത്തും ചെന്ന് കാര്യങ്ങൾ സശ്രദ്ധം ശ്രദ്ധിച്ച് നിരീക്ഷിച്ച് നിങ്ങളത് നമ്മുടെ ജനങ്ങളെ അറിയിക്കാൻ, നാടിനെ അറിയിക്കാൻ, വോട്ടർമാരെ അറിയിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ ഈ സംരംഭം ഇന്ന് ഇവിടെ നിലമ്പൂർ പട്ടണത്തിൽ നിന്നും ആരംഭിക്കുന്നു. എല്ലാ നല്ല കാര്യങ്ങൾക്കും എപ്പോഴും എല്ലാവരോടും ഒപ്പം ഉണ്ടാകുന്ന ഒരാളാണ് ഞാൻ. എല്ലാ നല്ല കാര്യങ്ങൾക്കും. നമുക്ക് അധികം പൊളിറ്റിക്സും ചോദിക്കേണ്ട പറഞ്ഞിട്ട് ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കാം. അതായത് ഈ സഖാവ് സ്വരാജാണ് സ്ഥാനാർത്ഥി. സ്വരാജുമായിട്ടുള്ളൊരു അടുപ്പവും സ്വരാജിനെ എങ്ങനെയാണ് കാണുന്നത്? സ്വരാജ് നമ്മുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന കരുത്തനായൊരു നേതാവാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ സമർത്ഥനായൊരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ പ്രശസ്തി നേടിയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കായിക രംഗത്ത്, വായനാ രംഗത്ത്, ശാസ്ത്രരംഗത്തൊക്കെ അദ്ദേഹം ഒരുപാട് അറിവുകൾ നേടിയിട്ടുള്ള നല്ലൊരു ചെറുപ്പക്കാരനാണ്. അത്തരത്തിലൊരു ചെറുപ്പക്കാരൻ ഇവിടുത്തെ നമ്മുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തെ നയിച്ച് കരുത്ത് നേടി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹത്തിന്റെ യുവജന വിദ്യാർത്ഥി പ്രവർത്തന കാലഘട്ടത്തിലും അദ്ദേഹം പാർട്ടി രംഗത്ത് പ്രവർത്തിക്കുമ്പോഴുമൊക്കെ സ്വരാജുമായി ഏറ്റവും അടുത്ത് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഉത്തമനായ ഒരു ചെറുപ്പക്കാരനെയാണ് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ, അദ്ദേഹം ജനിച്ചു വളർന്ന് പഠിച്ചു വളർന്ന നാട്ടിൽ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ LDF നിശ്ചയിച്ചിട്ടുള്ളത്. തികച്ചും ഈ നാടിന്റെ ഒരു വാഗ്ദാനമാണ്. ഈ കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും നല്ല ഭാവിയുള്ള വളർന്നു വരുന്ന ഉത്തമനായ ഒരു ചെറുപ്പക്കാരനാണ്. തന്റെ ജീവിതത്തിൽ അദ്ദേഹം ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള മാർഗമാണ് സ്വീകരിച്ചത്. വേണമെങ്കിൽ മറ്റേതെങ്കിലും പ്രത്യേകമായ പലതും അദ്ദേഹത്തിന് നേടാമായിരുന്നു. അതിന്റെ വഴികളിലൊന്നും സഞ്ചരിക്കാതെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ വിദ്യാർത്ഥി യുവജന കാലഘട്ടം മുതൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടം മുതൽ ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ച് ജനപ്രീതി നേടി, ജനങ്ങളിൽ നിന്നും അനുഭവങ്ങൾ ശേഖരിച്ച്, ജനങ്ങളിൽ നിന്നും പാഠം പഠിച്ച് അത് രാഷ്ട്രീയത്തിന് സംഭാവന നൽകി വളർന്നു വരുന്ന ഉത്തമനായ ഒരു പോരാളി, ഒരു ഉത്തമനായ ഒരു സ്ഥാനാർത്ഥി സ്വരാജ് ജയിക്കും.
ഇപ്പൊ ഒറ്റ കാര്യം, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായി മാറുമോ? കാരണം ഏതാണ്ട് ഒരു 10 മാസത്തിനപ്പുറം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, പൊതു തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയായിട്ടാണ് കാണുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തൊക്കെ കാര്യങ്ങൾ ഈ നാടിനു വേണ്ടി ചെയ്തു, ആ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിച്ചുകൊണ്ട് കേരളത്തിൽ കൂടുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കാൻ, ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ സാധിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജിന്റെ വിജയത്തോടുകൂടി അത് കൂടുതൽ വിപുലമാകും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. സർക്കാരിന്റെ ഒരു വിലയിരുത്തലാകും എന്നതാണപ്പോ നാം കാണേണ്ട ഒരു കാര്യം, പിണറായി സർക്കാർ ഒന്നാം ഗവൺമെന്റ് വന്നു 5 കൊല്ലം ഭരിച്ചു, ജനവിധി തേടി. ആ ഗവൺമെന്റ് 92-ൽ നിന്ന് 99 സീറ്റ് നേടി വീണ്ടും അധികാരത്തിലേക്ക് വന്നു. ആ ഭരണത്തെ വിലയിരുത്തലാണത്. ആ 99-ൽ നിന്ന് കൂടുതൽ സീറ്റ് നേടി വീണ്ടും അധികാരത്തിലേക്ക് വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ന് കേരളത്തിലുണ്ട്. കാരണം ഏത് രാഷ്ട്രീയ പ്രശ്നങ്ങളിലും ശരിയായ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇന്നത്തെ കേരളം ഈ കേരളമായി നിലനിൽക്കുന്നത്. കേരളത്തിന്റെ ഇന്നത്തെ അഭിവൃദ്ധിക്ക് ഇടതുപക്ഷമാണ് സംഭാവന നൽകിയത്. ഈ 1957-ലെ ഒന്നാം EMS ഗവൺമെന്റ് തൊട്ട് പിണറായി ഗവൺമെന്റ് വരെയുള്ള കാലഘട്ടങ്ങളിലെ കേരളത്തിന്റെ വളർച്ചയ്ക്കടിസ്ഥാനം ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷ പ്രവർത്തനമാണ്. അതുകൊണ്ട് കേരളത്തിൽ രൂപപ്പെട്ടു വന്ന ഇടതുപക്ഷ മനസ്സാണ്. ആ മനസ്സ് കാത്തുസൂക്ഷിച്ച് കൂടുതൽ സാഹോദര്യത്തോടുകൂടി എല്ലാ ജാതി മതസ്ഥരായ ജനങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ശക്തിപ്പെടുത്തി ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിലൊരു വികസിത കേരളമായിരിക്കണം. ഇന്ന് കേരളം ഒരുപാട് വളർന്ന് വികസിച്ചിട്ടുണ്ട്. ആ വികസനത്തിന്റെ ഒക്കെ അടിത്തറ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിന്റെ നിരീക്ഷണമാണ്, അതിന്റെ പ്രവർത്തനമാണ്. അതുകൂടി എത്തിപ്പെടുത്താം. ഒറ്റ ചോദ്യം കൂടി. EP ഇടതുമുന്നണി കൺവീനർ ആയിരുന്നല്ലോ. നേരത്തെ 2019 മുൻപ് ഈ ഇടതുമുന്നണിയുമായിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ചില ബന്ധങ്ങളൊക്കെ പ്രാദേശിക തലത്തിലേക്ക് ഉണ്ടായിരുന്നു. ആ കാര്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ CPM തുറന്നു പറയാത്തത്? അത് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും നിങ്ങളുടെ സംരംഭത്തിന്റെ ഭാഗമായി ഭാഗവാക്കാക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. നിങ്ങൾ രാഷ്ട്രീയ ഇവിടുത്തെ തന്നെ നേതാക്കളോട് ചോദിക്കുമ്പോൾ ഇനിയും ഇതിൽ പങ്കാളികളാകുന്ന ഒരുപാട് നേതാക്കളുണ്ട്. അവരുമായി നിങ്ങൾ ആശയവിനിമയം നടത്തുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ചോദിച്ചാൽ കൂടുതൽ വ്യക്തതയുണ്ടാകും. കാരണം ഇത് വളരെ വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. എനിക്കാണെങ്കിൽ എന്റെ 8:30 മണിക്ക് നിശ്ചയിച്ച പരിപാടിക്ക് എത്തിച്ചേരണം. നിങ്ങളെല്ലാം എന്റെ അടുത്ത സുഹൃത്തുക്കളും പരിചയക്കാരുമൊക്കെ ആയതുകൊണ്ട് നിങ്ങളുടെ അഭ്യർത്ഥന എനിക്ക് നിരസിക്കാൻ കഴിഞ്ഞില്ല. ആ ദുർബലത എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം എന്റെ നിശ്ചയിക്കപ്പെട്ട പരിപാടി താമസിച്ചിട്ട് പോലും നിങ്ങളോടൊപ്പം ചേർന്നത്. നിങ്ങളെല്ലാവരോടും, റിപ്പോർട്ടർ ചാനലിൽ എല്ലാവരോടും എനിക്കുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു. അത് ആ ദൗർബല്യത്തെ നമ്മൾ മുതലെടുക്കാമെന്ന് വിചാരിക്കരുത്. ഓക്കെ, താങ്ക് യു. അരുൺകുമാർ ഏതായാലും അദ്ദേഹം ഇറങ്ങാൻ വേണ്ടി നിന്നതാണ്. നമ്മൾ വളരെ നിർബന്ധിച്ചാണ് നമുക്കൊപ്പം ചേർന്നത്. ഓക്കെ, താങ്ക് യു. എനിക്കൊന്നും നല്ല മഴയാണെന്ന് തോന്നുന്നു അല്ലേ VS സുജിത്ത്? അവിടെ നിലമ്പൂരിലും നല്ല മഴയാണ്. നമ്മുടെ ബസ് ഇപ്പോൾ നിൽക്കുന്നത് നിലമ്പൂരിലാണ്. എവിടെയാണ്? വഴിക്കടവിലാണോ ഇപ്പോൾ നമ്മുടെ ബസ് ഉള്ളത് VS സുജിത്ത്? അല്ലല്ല, നമ്മൾ നിലമ്പൂരിൽ നിന്ന് തുടങ്ങുകയാണ്. നിലമ്പൂരിൽ നിന്ന് തുടങ്ങി ഇതിനിടയിലുള്ള രാഷ്ട്രീയ പരിപാടികളൊക്കെ നമ്മൾ ഇതിനിടയിൽ കൊണ്ടുവരും. നേതാക്കന്മാരെ കൊണ്ടുവരും. അതുപോലെ ഇടയ്ക്ക് വാർത്താ സമ്മേളനങ്ങളുണ്ട്. അത്തരം പരിപാടികളൊക്കെ കൊണ്ടുവന്ന് നമ്മൾ വൈകിട്ടാവുമ്പോഴേക്കും വഴിക്കടവ് എത്തും. ഇപ്പൊ നമ്മൾ നിലമ്പൂരിൽ തുടങ്ങിയിട്ടുള്ളൂ. നമ്മുടെ റിപ്പോർട്ടർമാരിപ്പോ റോഷിബാലും അഷ്കർ അലി കരിമ്പ് എനിക്കൊപ്പം ഉണ്ട്. അർജുൻ കല്യാട് പുറത്തുണ്ട്. അർജുൻ മട്ടന്നൂരും ദീപക് മലയമ്മയും സാനിയോ മനോമിയും അലി അക്ബർ ഷായും ഒക്കെ നമുക്കൊപ്പം വരും മണിക്കൂറുകളിൽ കയറും. നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ച പക്ഷേ ഇന്നലെ ഉണ്ടാകാതിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഒരു വാർത്താ സമ്മേളനമുണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ പ്രസംഗങ്ങൾക്കുള്ള മറുപടിക്കൊപ്പം തന്നെ വാഹന പരിശോധന വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്.